ഹലോ, വളരെ ഈസി ആയിട്ട് നമുക്കൊരു കടുകുമാങ്ങ അച്ചാർ ഉണ്ടാക്കാം അല്ലെ. കടുകുമാങ്ങ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഈ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു അച്ചാറാട്ടോ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ 200 മാങ്ങയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ആ മാങ്ങ ഒന്നല്ലെങ്കിൽ ഭരണിയിലോ അല്ലെങ്കിൽ വലിയൊരു ക്യാനിലോ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പിട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരാഴ്ചത്തോളം ഇട്ടതിന് ശേഷമാണ് നമ്മൾ പുറത്തെടുത്തത്. അപ്പോൾ തന്നെ അതിൽ നിന്ന് നല്ലതായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മാങ്ങ നന്നായിട്ട് ചുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് രണ്ടാക്കി മാറ്റുന്നുണ്ട്. അതായത് മാങ്ങയിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും മാങ്ങയും തമ്മിൽ നമ്മൾ രണ്ടാക്കി മാറ്റുന്നു. അതിനുശേഷം നമുക്ക് അച്ചാറിന് വേണ്ട ഐറ്റംസ് എടുക്കുക. ആദ്യം തന്നെ നല്ല റെഡ് കളറുള്ള ചില്ലി പൗഡർ കേട്ടോ, അതായത് നല്ല മുളക് പൊടി, കാശ്മീർ മുളക് പൊടി കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതായത് നമ്മുടെ അച്ചാറിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീർ മുളക് പൊടി എടുക്കുന്നത്. നമുക്ക് എത്രയാണോ നമ്മൾ മാങ്ങ എടുത്തിരുന്നത് അതിനനുസരിച്ചിട്ടാട്ടോ മുളക് പൊടി ചേർക്കേണ്ടത്. ഞാനിവിടെ 200 മാങ്ങകളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയുള്ള മുളക് പൊടിയാണ് ഇവിടെ ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കായപ്പൊടി, കടുക് പൊടി, അതുപോലെ തന്നെ ഉലുവാപ്പൊടി, വിനാഗിരി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒരിക്കലും ചേർക്കരുത്. നമുക്ക് മാങ്ങയിൽ നിന്ന് കിട്ടുന്ന ആ കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ നല്ലെണ്ണ ഉപയോഗിക്കുന്നുണ്ട് ഇതിലേക്ക്. കാരണം നമ്മളിപ്പോൾ ഇതിൽ ഉലുവാപ്പൊടി, മുളക് പൊടി, കടുക് പൊടി, വിനാഗിരി, അതുപോലെ തന്നെ നല്ലെണ്ണ ഒക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടായത്. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതായത് നന്നായിട്ട് നമ്മൾ കയ്യിൽ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നല്ലെണ്ണ ഉപയോഗിക്കുന്നത് കേട് വരാതിരിക്കാനും അതുപോലെ മാങ്ങ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു ഒഴിഞ്ഞ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിൽ നന്നായിട്ട് ഒട്ടും വെള്ളമില്ലാത്തതിലായിട്ട് നമ്മളെടുത്ത് നല്ല ഉണക്കിയിട്ട് ശേഷമാണ് നമ്മൾ ഈ കുപ്പി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ കടുകുമാങ്ങ ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഇതിലേക്ക് ഒഴിച്ച് വെച്ചതിന് ശേഷം ഇത്രയും ഒരു ബോട്ടിലുണ്ട് കേട്ടോ. 200 മാങ്ങ പറയുമ്പോൾ ഏകദേശം ഇത്രയും ഒരു ബോട്ടിൽ നമുക്ക് ഉണ്ടായുള്ളൂ. ഈ ഒരു ബോട്ടിലേക്ക് നമ്മളിത് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ കൂടി അതിൻ്റെ മേൽഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ മാങ്ങയിൽ പൂപ്പൽ വരാതിരിക്കാനും അതുപോലെ പുഴുവൊന്നും വരാതിരിക്കാൻ ഇത് ഒട്ടേറെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിൻ്റെ മേൽഭാഗം ഇങ്ങനെ വെച്ചതിന് ശേഷം കുറച്ച് നല്ലെണ്ണ കൂടി ഒഴിച്ചിട്ട് നമ്മളിതൊരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ. നല്ല ടൈറ്റിൽ വേണം ഇത് കെട്ടി വെക്കാൻ. അങ്ങനെ നമ്മളിത് ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ മാങ്ങ എടുത്തിരിക്കുകയാണ്. നല്ല ഉപ്പും മുളകൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് കേട്ടോ. നല്ല അടിപൊളി കടുകുമാങ്ങ അച്ചാറാണ്. നമ്മുടെ പണ്ടത്തെ മുത്തശ്ശിമാരുടെ ഒരു കൂട്ടാട്ടോ അത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് കാണാം. അതുവരേക്കും ബൈ.